ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്ത്യൻ ന്യൂമിസ്മാറ്റിക്സ് മലയാളം ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്തവണ നമ്മൾ ചെയ്യാൻ പോകുന്നത് വിക്ടോറിയ രാജ്ഞിയുടെ ഹാഫ് റുപ്പി വില വിവരമാണ്. 1840 മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള നാണയമാണ്. നാണയത്തിൻ്റെ വെയ്റ്റ് 5.83 ഗ്രാമാണ്. മെറ്റൽ സിൽവറാണ്. സൈസ് 24.30 24.90 mm ആണ്. ഷേപ്പ് സർക്കുലറാണ്. അപ്പോൾ ഇനി മിൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമുക്കൊന്ന് നോക്കാം. കൽക്കട്ട ഡയാമീറ്റർ 24.30 24.40 വിത്ത് ക്രസ്കൻറ്റ് പ്രിവി മാർക്ക്. ബോംബെ ഡയാമീറ്റർ 24.50 24.60 mm വിത്ത് നോ പ്രിവി മാർക്ക് മിൻറ്റ് മാർക്ക്. മദ്രാസ് ഡയാമീറ്റർ 24.70 24.90 വിത്ത് വി പ്രിവി മാർക്ക്. ഡയാമീറ്റർ 24.70 24.90 വിത്ത് വി പ്രിവി മാർക്ക് ആൻഡ് എസ് ഇൻക്യൂസ്ഡ് ഓൺ നെക്ക്. അപ്പോൾ ഇനി 1840 അച്ചടിക്കപ്പെട്ട ഈ നാണയത്തിൻ്റെ വിലവിവരങ്ങളിലേക്ക് വരാം. ബോംബെ, കൽക്കട്ട എന്നിവിടങ്ങളിൽ മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കോയിനുകൾക്ക് 2000 രൂപയിൽ തുടങ്ങി 15,000 രൂപ വരെയും, മദ്രാസിൽ മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള നാണയങ്ങൾക്ക് 2500 രൂപയിൽ തുടങ്ങി 20,000 രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ്. അടുത്തതായി അതേ നാണയം തന്നെ രണ്ട് രീതിയിൽ അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ ഒരു നാണയത്തിന് ഈ ഒരു എഴുത്ത് ഈ രണ്ട് വശത്താണ് വന്നേക്കുന്നത്, വിക്ടോറിയ ക്യൂ എന്നുള്ളത്. ഈ ഒരു നാണയത്തിന് ഇങ്ങനെ മുകളിലായിട്ടാണ് റൗണ്ടിൽ കാണുന്നത്. അതുതന്നെ ഇതിൻ്റെ വ്യത്യാസമായിട്ട് കണക്കാക്കാം. അപ്പോൾ ഇതിൻ്റെ മിൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ നോക്കാം. നോക്കിയിട്ട് അത് അതേ മെറ്റലിൽ തന്നെയാണ് മിൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതേ വെയിറ്റ് തന്നെയാണ്. ഈ ഒരു നിറം മാത്രം വ്യത്യാസം ഉണ്ട്. പിന്നെ ഈ എഴുത്തും വ്യത്യാസമായിട്ട് വരുന്നുണ്ട്. പിന്നെ അതിൽ റൗണ്ട് ബോയൊക്കെ വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ട്. ആ ഒരു നാണയത്തിൻ്റെ ഒരു തല്ല ഇതിൽ കാണുന്നത്. ഇതൊരു ഇത്തിരിയും കൂടെ തെളിച്ചമുള്ള നാണയമാണ്. അപ്പോൾ അതിൻ്റെ മിൻറ്റ് ഐഡൻറ്റിഫിക്കേഷനിലേക്ക് വരാം. കൽക്കട്ട ഡയാമീറ്റർ 24.40 mm ഇനീഷ്യൽസ് വിത്ത് WW ഇൻക്യൂസ്ഡ്. ബോംബെ ഡയാമീറ്റർ 24.5 mm ഇനീഷ്യൽസ് വിത്ത് WW ഇൻക്യൂസ്ഡ്. മദ്രാസ് എസ് റൈസ്ഡ് വിത്ത് ഇനീഷ്യൽസ് WW ഇൻക്യൂസ്ഡ് ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ബി റൈസ്ഡ് വിത്ത് ഇനീഷ്യൽസ് WW ഇൻക്യൂസ്ഡ്. അപ്പോൾ ഈ നാണയത്തിൻ്റെ വിലവിവരങ്ങളിലേക്ക് വന്നാൽ 1840 മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ നാണയങ്ങൾക്ക് ബോംബെ, കൽക്കട്ട എന്നിവിടങ്ങളിൽ മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കോയിന് 2000 രൂപയിൽ തുടങ്ങി 9000 രൂപ വരെയും, മദ്രാസ് മിൻറ്റ് കോയിൻ 2500 രൂപയിൽ തുടങ്ങി 10,000 രൂപ വരെയും വില ലഭിക്കുന്ന കോയിനുകളാണ്. അടുത്തതായി ഈ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതും അതേ ഹാഫ് റുപ്പി തന്നെയാണ്. ഇതിൽ നിറയെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. 3 രീതിയിലാണ് ഇത് അച്ചടിക്കപ്പെട്ടിട്ടുള്ളത്. ആ 3 രീതി ഇവിടെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ വിവരങ്ങളിലേക്ക് വരാം. മിൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ 1862 ഹാഫ് റുപ്പി മിൻറ്റ് ആർ ഐഡൻറ്റിഫൈഡ് ബേസ്ഡ് ഓൺ ബുസ്റ്റ് റിവേഴ്സ് ടൈപ്പ് ആൻഡ് റിവേഴ്സ് ടൈപ്പ്. അതായത് ഈ ഒരു 3 രീതിയിൽ ഈ നാണയം അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് അതിനകത്ത് പറയുന്നത് എന്നാണ് തോന്നുന്നത്. ഇംഗ്ലീഷ് എനിക്ക് അത്ര വലിയ പിടിയില്ല. കൽക്കട്ട വിത്ത് ബുസ്റ്റ് റിവേഴ്സ് ടൈപ്പ് A1 ആൻഡ് C ഫസ്റ്റ് എന്നായിരിക്കണം. ആൻഡ് സെക്കൻഡ് ആൻഡ് റൗണ്ടഡ് പേൾസ് ഓൺ വിക്ടോറിയ ക്യൂൻസ് ക്രൗൺ ആർച്ചസ്.
അതായത് ഏതാണ് പറഞ്ഞത്, എയും സിയും. അതായത് ഈ ഒരു എയുടെയും ഈ സിയും ഈ 2 ടൈപ്പിൽ അവിടെ അച്ചടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തതായി ബോംബെ വിത്ത് ബുസ്റ്റ് റിവേഴ്സ് ടൈപ്പ് ബി സെക്കൻഡ് ആൻഡ് റൗണ്ടഡ് പേൾസ് ഓൺ വിക്ടോറിയ ക്യൂൻസ് ക്രൗൺ ആർച്ചസ്. അതായത് ബോംബെയിൽ ഒരൊറ്റ രീതിയിലേ അച്ചടിക്കപ്പെട്ടിട്ടുള്ളൂ. അതായത് ബി ടൈപ്പിലാണ്, ഈ ഒരു ടൈപ്പിലാണ് അച്ചടിക്കപ്പെട്ടിട്ടുള്ളത്. ഇതാണ് ടൈപ്പ് ബി. അടുത്തതായി മദ്രാസ് വിത്ത് ബുസ്റ്റ് റിവേഴ്സ് ടൈപ്പ് ബി സെക്കൻഡ് ആൻഡ് എലോങ്കേറ്റഡ് പേൾസ് ഓൺ വിക്ടോറിയ ക്യൂൻസ് ക്രൗൺ ആർച്ചസ്. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ എനിക്കൂടെ പറഞ്ഞു തരണം. അതും ഈ ഒരു ബി ടൈപ്പിലാണ്, ഈ ഒരു ടൈപ്പിലാണ് അച്ചടിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ വിവരങ്ങളിലേക്ക് വന്നാൽ 1862 അച്ചടിക്കപ്പെട്ട ഈ നാണയങ്ങൾക്ക് ബോംബെ, കൽക്കട്ട എന്നിവിടങ്ങളിൽ മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കോയിന് 1800 രൂപയിൽ തുടങ്ങി 12,000 രൂപ വരെയും, മദ്രാസ് മിൻറ്റ് കോയിൻ 2000 രൂപയിൽ തുടങ്ങി 15,000 രൂപ വരെയും വില ലഭിക്കുമെന്നാണ് ബുക്ക് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അടുത്തത് ഈ ഒരു നാണയത്തിൻ്റെ തന്നെ 1874-76 വർഷമാണ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.